ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലരും കമന്റ് വഴിയും സിനിമാ പ്രേമികളായിട്ടുള്ള മാർക്കോ പ്രേമികളായിട്ടുള്ള പല ഫാൻസുകാരും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മല്ലു ബിഗ് ബോസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ദ ഗെയിം ചേഞ്ചർ ഇന്നലെ റിലീസായ ഒരു സിനിമയാണ്. അതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ കണ്ടാൽ നമ്മൾ ഞെട്ടും. 186 കോടി രൂപയാണ്. അപ്പോൾ തെലുങ്കു സിനിമയിൽ വളരെയധികം വലിയ ഒരു ബൂമാണ് ആ ഒരു സിനിമ വന്നിരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് പിടിച്ച് കുലുക്കുന്ന തരത്തിലേക്ക് ആ ഒരു സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു രാം ചരണിന്റെ. അപ്പോൾ മാർക്കോ ഇത്രയധികം ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് പോലും 200 കോടി ഇതുവരെയും ക്രോസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, 100 കോടി കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും വളരെ വിജയകരമായിട്ട് നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ നല്ല ഒരു റെസ്പോൺസ് വന്നു. എന്നിട്ടും എന്തുകൊണ്ട് മാർക്കോ ഈ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ 200 കോടി 300 കോടി ആ ഒരു ലെവലിലേക്ക് ഹിന്ദിക്കാർ ഏറ്റെടുത്തിട്ട് പോലും മാറുന്നില്ല എന്നതിന്റെ കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കോ ഒരു വമ്പൻ വിജയം തന്നെയാണ്. മലയാള സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. ഇപ്പോൾ അതിനോടടുത്ത് തന്നെ മാർക്കോ അവസാനം സ്കോർ ചെയ്ത് നിൽക്കുമെന്നത് യാതൊരു കാര്യവും തർക്കവുമില്ല. എന്തായാലും ലൂസിഫറിന്റെ റെക്കോർഡ് 200 കോടി കഴിഞ്ഞിട്ടുള്ള ലൂസിഫറിന്റെ റെക്കോർഡ് എന്തായാലും മാർക്കോ പൊട്ടിക്കുക തന്നെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഇരട്ടി കളക്ഷൻ ഒരു പക്ഷേ മാർക്കോ നേടുമായിരുന്നു. അതിനുള്ള കാരണം പ്രധാനമായിട്ടും ഇതൊരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ലഭിക്കുന്ന വലിയൊരു വരുമാനം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ കൂടി കയറി കഴിഞ്ഞാൽ എത്രയോ പേരാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളത്. ആ ഒരു വലിയ വരുമാനം അവിടെ കട്ടാകുകയാണ്. അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമ ആദ്യം പലയിടത്തും റിലീസ് ചെയ്തപ്പോൾ വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസത്തിന്റെ കളക്ഷനുകളിൽ ആ ഒരു കുറവ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പിന്നീടാണ് ഇപ്പോൾ നമ്മുടെ ബോളിവുഡിലാണെങ്കിൽ പോലും ആ ഒരു ചെറിയ 30 സ്ക്രീനുകളിൽ നിന്ന് ബേബി ജോണൊക്കെ എടുത്തു മാറ്റി പിന്നീട് 300 സ്ക്രീൻ വരെ എത്തിയതും പിന്നീട് പടർന്ന് പന്തലിച്ച ഒരു അവസ്ഥയുണ്ടായതും ആൾക്കാർ ഇരുകൈയും നീട്ടി മാർക്കോയെ, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഉണ്ണി മുകുന്ദനെ, ഇന്ത്യ ടൂടെ ഉൾപ്പെടെ കൈകൾ നീട്ടി സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാരണം, A സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനുകളുടെ എണ്ണത്തിന്റെ കുറവ്, ഇത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ മോനെ 500 കോടി ക്രോസ് ചെയ്യേണ്ട മാർക്കോ ലെവൽ അത്തരത്തിലാണ് ഹനീഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും മാർക്കോ 2 നമ്മുടെ പാൻ ഇന്ത്യ മാത്രമല്ല വേൾഡ് ലെവലിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ സംശയമില്ല. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ചെയ്യാൻ വിക്രവുമായിട്ടുള്ള ഫോട്ടോകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.